പ്രകാശമേ മിഴി തുറക്കുക വേഗം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് തന്റെ പീഡാനുഭവ വിവരണം യേശു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവനെ മാറ്റി നിർത്തി പത്രോസ് തടസ്സം പറയുവാനായിട്ട് തുടങ്ങി. അപ്പോൾ പത്രോസിനോടുള്ള മറുപടി എന്നോണം യേശു പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എന്ന് പറയുന്നത്. അതില് യേശു പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമുണ്ട്. ഒരു ക്രിസ്തു ശിഷ്യൻ എപ്പോഴും പീഡനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകേണ്ടവനാണ്. അവൻ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പീഡനങ്ങൾ അവൻ്റെ മുമ്പിലോട്ടുണ്ടാകും. ജീവിതത്തിൽ വീണുപോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പത്രോസിലൂടെ യേശു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വീണു പോയേക്കാം. അപ്പോൾ പത്രോസിന് ദൈവം നൽകിയതുപോലെ ജീവിതത്തിലോ ഓർമ്മപ്പെടുത്തലുകളുടെ കോഴിക്കൂവലുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ ദൈവത്തിലോട്ട് തിരിഞ്ഞു നടക്കുക. അവൻ്റെ സുവിശേഷത്തെ പ്രതി ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും വേദനകളും സന്തോഷത്തോടെ ത്യാഗത്തോടെ സഹിക്കുക. അപ്രകാരം രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുക. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിൻ വഴിയേ നടക്ക